നമ്മളെല്ലാവരും കൺവെൻഷനായിട്ട് കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. അതാണ് നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് എന്ന് പറഞ്ഞതാണ്. ഷുഗറുള്ള എല്ലാ ആൾക്കാർക്കും ഒന്നെങ്കിൽ ആ സമയത്ത് അല്ലെ കാലക്രമേണ പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ഷുഗറുള്ള എല്ലാ ആൾക്കാർക്കും കാലക്രമേണ കൊളസ്ട്രോൾ ഉണ്ടാവും. ഈ ഷുഗർ വന്നുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള കോംപ്ലിക്കേഷൻസ് സാധാരണ എന്താ പേഷ്യൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർ ആ സൈഡിലുള്ള വാല്യൂ നോക്കും. അത് 20 വയസ്സായ അല്ലെ 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ വാല്യൂസാണ്, ഒരു രോഗിയുടെ വാല്യൂ അല്ല. ഒരു പ്രഷർ രോഗി ഡയബറ്റിക് രോഗിയാണെങ്കിൽ അവൻ്റെ എല്ലാ മാസങ്ങൾ അല്ലെ 2 മാസം കൂടുമ്പോൾ അവൻ്റെ പ്രഷർ അറിയണം, 3 മാസം കൂടിയിരിക്കുമ്പോൾ അവൻ്റെ ആവറേജ് ഷുഗർ അറിയണം. മൈഫിൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചിയിലെ സീനിയർ ഫിസിഷ്യനും അതുപോലെ തന്നെ ഡയബറ്റോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യനാണ്. സർ, സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഡയബറ്റിക് എന്താണെന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്, റിസൾട്ടിങ് ഇൻ ഭയങ്കരമായിട്ട് ബ്ലഡ് ഷുഗർ കൂടുകയും അതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം എല്ലാം മാറുകയും നമ്മുടെ അവയവങ്ങൾക്കെല്ലാം നശീകരണങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. ഇത് എത്ര തരമുണ്ട്? ഡയബറ്റീസ് ഏതാണ്ട് ഒന്നാമത് അതിനൊക്കെ മുമ്പ് ഇതിൻ്റെ പ്രിവലൻസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 8% തൊട്ട് 12%. അതിനകത്ത് ഏറ്റവും കൂടുതൽ എമംഗ് ദ സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ അവിടെ അബൌട്ട് 20 to 24% ഉണ്ട്. അതുകൊണ്ട് അതാണ് ഡയബറ്റീസ് ഗ്രൂയിങ്. കേരളത്തിൻ്റെ തന്നെ ഇന്ത്യയുടെ തന്നെ ക്യാപിറ്റലാണ് കേരളം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവുള്ള UP-യിലാണെന്ന് തോന്നുന്നു. അതാ ഏറ്റവും കുറവുള്ളൊരു കൺട്രി, സ്റ്റേറ്റ്. കേരളത്തിൽ പക്ഷേ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഗോവ, ഇവിടെയൊക്കെ വളരെ ഹൈ റേറ്റ്സ് ആണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ഡയബറ്റീസ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും കൺവെൻഷനായിട്ട് കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്. അതാണ് നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് എന്ന് പറഞ്ഞ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലും ഏതാണ്ട് ഒരു 7%, ലെസ് ദൻ 4 to 5%, or മാക്സിമം 7% ടൈപ്പ് 1 ഡയബറ്റിക് ഉണ്ട്. I don't think it's 5%, it's not 7%, it's 4%. ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് ജന്മനാലെ ഡയബറ്റീസ് ആകുക, അല്ലെ അവർക്ക് ഇൻസുലിൻ ഇല്ലാതിരിക്കുക. പാരമ്പര്യമായിട്ടാണോ? അങ്ങനെ പാരമ്പര്യമായിട്ടോ ഉണ്ടാകാം, വേറെ കുറെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം, ജന്മനാലേ ഉണ്ടാകില്ല. പക്ഷെ ചിലർക്കത് ഒരു 10, 15, 20 വയസ്സാകുമ്പോഴേ തെളിയത്തുള്ളൂ. അതുവരെ നമ്മൾ ഇത് ഹിഡൻ ആയിരിക്കും. പക്ഷെ അവർക്ക് ആവശ്യത്തിന് ഇൻസുലിൻ ചിലപ്പം അവരുടെ പാങ്ക്രിയാസ് ചെറിയ തോതിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടാകാം. പക്ഷെ അഭാവം കാണുന്നത് അവൻ്റെ കുറച്ച് കഴിയുമ്പോഴേണ്ട് 17 വയസ്സോ 16 വയസ്സോ ആകുമ്പോഴായിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ ചെറുപ്പം തൊട്ടേ അറിയും. ഒരു 5 വയസ്സ് 4 വയസ്സ് 3 വയസ്സിലൊക്കെ പെട്ടെന്ന് ഇവർ അബോധാവസ്ഥയിലോട്ട് പോയി. പെട്ടെന്ന് നമ്മൾ കൊച്ചിന് അബോധാവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഹൈ ബ്ലഡ് ഷുഗർ കാണുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതാണ് ജൂവനൈൽ ഡയബറ്റിക്. പക്ഷേ സാധാരണ ഞാൻ പറഞ്ഞു വരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് 35-40 വയസ്സാകുമ്പോഴാണ് സാധാരണ വരുന്നത് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ നേരത്തെ കാണുന്നുണ്ട്. അവർക്ക് സാധാരണഗതി വണ്ണം ഉണ്ടാവും, അതിനോടനുബന്ധിച്ച് അവർക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം, അവർക്ക് അവരുടെ എല്ലാ സ്റ്റേച്ചർ നല്ല വയറുള്ള ആൾക്കാർ, അത് ഒബിസിറ്റി, പിന്നെ അവർക്കെല്ലാം തന്നെ ഈ ഷുഗറുള്ള എല്ലാ ആൾക്കാർക്കും ഒന്നെങ്കിൽ ആ സമയത്ത് അല്ലെ കാലക്രമേണ പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ഷുഗറുള്ള എല്ലാ ആൾക്കാർക്കും കാലക്രമേണ കൊളസ്ട്രോളും ഉണ്ടാവും. അപ്പം പ്രഷറും കൊളസ്ട്രോളും ഇതിൻ്റെ കൂടെ ആഡോണാണ്. അപ്പം അതിൻ്റെ കൂടെ കൂട്ടാനായിട്ടാണ് ഈ യൂറിക് ആസിഡ് കാണും. ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഇതെല്ലാം ഒന്നൊന്നിനെ പോലെ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അതെല്ലാം ഒന്നിനോട് ഇത് കൂടുതൽ നമ്മുടെ ഏഷ്യൻസിൻ്റെ ഇടയിലും പ്രത്യേകിച്ച് ഇന്ത്യൻസിൻ്റെ ഇടയിലും അതിനിടയിൽ പ്രത്യേകിച്ച് കേരളൈറ്റ്സിനും ഇത് വളരെയധികം കണ്ടുവരുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ അങ്ങനെ? അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും, ബിക്കോസ് നമ്മൾ മെയിൻലി സ്റ്റാർച്ച് ഡിപ്പെൻഡൻറ്റ് പീപ്പിളാണ്. ഈറ്റിംഗ് ഹാബിറ്റ്സും ഒരു പരിധി വരെയും ഇതിനെ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, സാർ നേരത്തെ പറഞ്ഞു UP-യിൽ കുറവാണെന്ന് അല്ലേ? അപ്പം അതിൻ്റെ ഒരു പ്രത്യേകിച്ച് കാരണങ്ങൾ കുറേ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വി ആർ ഈറ്റിംഗ് മോർ കാർബോഹൈഡ്രേറ്റ്സ് ദൻ UP. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈനീസിലും വെരി ഹൈ ആണ്. ജാപ്പനീസ് പീപ്പിൾ അവരും കാർബോഹൈഡ്രേറ്റ്സൊക്കെ കഴിക്കുന്നത്. പക്ഷെ അവരിൽ ജെനറ്റിക്കലായിട്ടുള്ളതായിരിക്കും അവരിൽ ഷുഗർ വളരെയധികം കുറവുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ കേരളത്തിലുള്ള നമ്മുടെ മലയാളികൾക്ക് പാരമ്പര്യം എന്തെങ്കിലും ഒരു ഘടകമാണോ, അല്ലെങ്കിൽ
പാരമ്പര്യം ഡെഫിനറ്റ് ആയിട്ടൊരു ഘടകമാണ് ഇതിനകത്ത്. ദർ ഇസ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി. അമ്മയ്ക്കോ അപ്പനോ അല്ലെ വല്യപ്പനോ വല്യമ്മയ്ക്കോ ഡയബറ്റിക് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയ സാധനമുണ്ട്, ഒരു പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും, പക്ഷേ ഷുഗർ അത്രയും അങ്ങോട്ട് വരികയല്ല. അതായത് നമ്മളെ കഴിഞ്ഞ 3 മാസം ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ 5.5 to 6 ആണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. 6 to 6.4 ആണ് ഡയബറ്റിസ് എന്ന് പറഞ്ഞത്. 6.4 മുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പക്ഷെ 6 തൊട്ട് കൺഫേം ഡയബറ്റിക്കാണ്. ഈ 6 എന്ന് പറയുന്ന കഴിഞ്ഞ 3 മാസം ഷുഗറിന്റെ വാല്യൂ ആണ്. ഒരു ആവറേജ് എടുക്കുന്നതാണ്. അതിന്റെ പേരാണ് HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. അപ്പൊ അത് നമ്മൾ റഫായിട്ട് എടുക്കുമ്പോൾ 5 ആണെങ്കിൽ ആ വ്യക്തിയിൽ ഡയബറ്റിക് ഇല്ല. 5.5 to 6 ആണെങ്കിൽ പ്രീ ഡയബറ്റിക്കാണ്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിക്കാരന് എല്ലാ കോംപ്ലിക്കേഷനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ പ്രീ ഡയബറ്റിക് അങ്ങനെ തന്നെ നിൽക്കുമോ, അതോ ഡയബറ്റിക്കിലേക്ക് അവർ കണിശമായിട്ട് ദേ ആർ മാർച്ചിങ് ഇൻ ടു ഡയബറ്റിസ്. അവർ ഡയബറ്റിലേക്ക് മാറിക്കുക. പക്ഷെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രീ ഡയബറ്റിക്കാരൻ അവനിത് അറിഞ്ഞുകൊണ്ട് അവൻ നല്ലപോലെ എക്സസൈസ് ചെയ്യുക. ഈവൻ പ്രീ ഡയബറ്റിക്കാരൻ തന്നെയല്ല, ഈവൻ ഡയബറ്റിക്കാരൻ തന്നെ അവൻ നല്ലപോലെ എക്സസൈസ് ചെയ്യും. അവൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കാനും മധുരം ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനും, പിന്നെ കുറേ പ്രത്യേകിച്ച് ട്രങ്കൽ എക്സസൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി നല്ല ശതമാനം അവനത് ഫുൾ ഫ്ലെജ് ഡയബറ്റിക് ആകാൻ കാലാവധി ഒത്തിരി തന്നെ പോസ്റ്റ്പോൺ ചെയ്യാം. ഒരു പക്ഷേ ഒരു 10-20 വർഷം അവന് നീട്ടിയെടുക്കും. അപ്പം അത് കഴിഞ്ഞായിരിക്കും അവന് ഡയബറ്റിക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അത്രയും നാളും കഴിഞ്ഞ് അത്രയും നാളത്തെ ഡേറ്റ് നമ്മൾ നീട്ടിയെടുക്കും. പിന്നെ അവന് കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഇറ്റ് ടേക്സ് അനദർ 20 years. സോ അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സേഫായിട്ട് ജീവിക്കാൻ സാധിക്കും. അത് ഇത് പ്രീ ഡയബറ്റിക്കിന് തന്നെയല്ല, ഡയബറ്റിക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഡയബറ്റിക്കാരും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യും, പഞ്ചസാര ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്താൽ ഒരു നല്ലപോലെ ഷുഗർ കുറയ്ക്കാൻ സാധിക്കും. ഈ ഷുഗർ വന്നുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതൊരു വലിയൊരു ചോദ്യമാണ്. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മുടെ കാലിന് നഖം തൊട്ട് തലമുടിയെ വരെയും എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കുന്ന ഒരു ഇതായിട്ടുള്ള അസുഖമാണ് ഡയബറ്റിസ്. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ബാധിച്ച് അത് നമ്മുടെ ചെറിയ രക്തക്കൊഴികളെയും വലിയ രക്തക്കൊഴികളെയും ബാധിച്ചിട്ട് അതിന് ബ്ലോക്കുകൾ ഉണ്ടാക്കും. അതാണ് ഇതിന്റെ പ്രധാന കാരണം. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഡയബറ്റിക്കാർക്ക് എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ട്. അതെ അതെ അതെ. അപ്പം നമ്മളുടെ ട്രീറ്റ്മെന്റ് ഇന്റൻഷൻ തന്നെ നമ്മൾ ഡയബറ്റിക്കാരൻ്റെ എല്ലാവരുടെയും BP താത്തു വെക്കാൻ നോക്കും, കൊളസ്ട്രോൾ താത്തു വെക്കാൻ നോക്കും. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് ഡയബറ്റിക് മാത്രമേ ഉള്ളൂ, പ്രഷർ ഇല്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. അവൻ എപ്പോഴും വിമുഖത കാട്ടും. അവന്റെ വിചാരം നമ്മൾ ആവശ്യമില്ലാതെ എഴുതി. മനസ്സിലായി. പക്ഷെ എപ്പോഴും ഡയബറ്റിക്കാരൻ അറിഞ്ഞിരിക്കണം, അവൻ സാധാരണ ഒരു വ്യക്തിയെക്കാളും താത്ത് അവൻ്റെ കൊളസ്ട്രോൾ വെക്കണം, സാധാരണ ഒരു വ്യക്തിയെക്കാളും താത്ത് അവൻ്റെ പ്രഷർ വെക്കണം. ഇങ്ങനെ വെക്കുന്നതോടുകൂടി അവൻ്റെ മേജർ കോംപ്ലിക്കേഷനായ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, കണ്ണിൻ്റെ കാഴ്ച പോകാനുള്ള സാധ്യത, കിഡ്നിയെ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത, അവൻ്റെ ടെസ്റ്റിസിനുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, കാലിൻ്റെ ഫംഗൽ ഇഷ്യൂ, ഇത് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. ഓൾമോസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കും. അതിലൂടെ ഷുഗർ കൺട്രോൾ ചെയ്യുക, BP കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി ഇവൻ്റെ ഈ സാധ്യതകൾ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇവർ സാധാരണ എന്താ പേഷ്യൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർ ആ സൈഡിലുള്ള വാല്യൂ നോക്കും. അത് 20 വയസ്സായ അല്ല 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ വാല്യൂസാണ്, ഒരു രോഗിയുടെ വാല്യൂ അല്ല. 50 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തിയോ രോഗിയായി കഴിഞ്ഞാൽ അവൻ്റെ വാല്യൂ വ്യത്യാസമാണ്. അപ്പം അവൻ്റെ വാല്യൂ വളരെ താന്നായിരിക്കണ്ടേ. അപ്പം ഇത് കണ്ടിട്ട് അവർ പറയും എൻ്റെ വാല്യൂ നോർമലാണ് ഡോക്ടർ, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, എനിക്ക് BP ഇല്ല എന്ന് അങ്ങനെ അവർ പറയുന്നു. പക്ഷെ അതൊരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ഈ ഷുഗർ ഉള്ളവർ ഈ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോളും അതുപോലെ തന്നെ പ്രഷറും കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് പ്രധാനമായിട്ടും? ഇത് ആദ്യമായിട്ട് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ എൻ്റെ ചില പേഷ്യൻസ് ഉണ്ട്, ഞാൻ 5 വർഷം മുമ്പ് മരുന്ന് എഴുതി കൊടുത്ത ആൾക്കാരായിരിക്കും, അവരത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. ചിലർ അത് ഇച്ചിരി മിടുക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ ഷുഗർ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അത് വളരെ തെറ്റായൊരു പ്രവണതയാണ്. കാര്യം നമ്മൾ അവരെ വഴക്ക് പറയുമ്പോൾ അവരുടെ വിചാരം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരാത്തതിലുള്ള വിഷമം കൊണ്ടാണ്. ഒരിക്കലും അങ്ങനല്ല. കാര്യം ഒരു പ്രഷർ രോഗി, ഡയബറ്റിക് രോഗിയാണെങ്കിൽ അവൻ്റെ എല്ലാ മാസങ്ങളും അല്ല 2 മാസം കൂടുമെങ്കിലും അവൻ്റെ പ്രഷർ അറിയണം. 3 മാസം കൂടിയിരിക്കുമ്പോൾ അവൻ്റെ ആവറേജ് ഷുഗർ അറിയണം. അതുപോലെ തന്നെ അവൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഒരു 6 മാസം കൂടുമ്പോഴേ നമ്മൾ ചെക്ക് ചെയ്തിട്ട്
നമ്മൾക്ക് ഷുവറാകണം അത് താന്നാ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് കണ്ണിൽ കൂടെ കാണാൻ മേലാതെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന യൂറിൻ മൈക്രോ ആൽബമിനൂറിയ, അവൻ്റെ മൂത്രം എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അവൻ്റെ യൂറിൻ ക്രിയാറ്റിൻ റേഷ്യോ, അതായത് അവൻ്റെ കിഡ്നിക്കെങ്ങാനും ചെറിയ തട്ടലെങ്കിലും ഉണ്ടോ, ഇൻവോൾവ്മെന്റ് ഉണ്ടോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമേ മാറും. ഈ പല ഗുളികളും കഴിക്കാൻ പോലും പറ്റില്ല. അത് നമ്മൾ മാറിയിട്ട് ചിലപ്പോൾ ഇൻസുലിൻ ഇടും. പിന്നെ ഇൻസുലിൻ എപ്പോഴും മുന്തിയ ചികിത്സ ഇത് പേഷ്യന്റ് പേടിയാ. പക്ഷേ ഇനി ചിലപ്പോൾ നമ്മൾ ഇൻസുലിൻ ഇട്ടെന്നിരിക്കും. അവനോട് ചില ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ചില ഗുളികൾ മാറ്റും, ആ ചില ഗുളികൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ ഇത് തന്നെ കഴിച്ചോണ്ടിരുന്നിട്ട് ഒരു തവണ എഴുതി തരുന്നത് കഴിച്ചോണ്ടേ പോകും. എന്നിട്ട് 5 വർഷം 6 വർഷം കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പം നമ്മൾ എന്ത് പറയുക, ഡോക്ടർ തന്ന ഗുളിക വേണ്ട, നമ്മുടെ പുറത്താണ് പുള്ളി അപ്പോഴും ബ്ലെയിം ഇടുന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറയുന്ന ഇടവേളകളിൽ കൃത്യമായിട്ട് ഒരു ഷുഗർ പേഷ്യന്റ് വന്ന് കണ്ടിരിക്കണം. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് അവരെ പോയി കാണുകയും അവരവരുടെ ഡോക്ടേഴ്സ് പോയി കാണുകയും, അപ്പോൾ ചിലപ്പം നമ്മൾ ഗുളികയിൽ അത് വ്യത്യാസം ചെയ്യില്ല. കാര്യം നമ്മൾ ഈ നോക്കേണ്ട സാധനങ്ങൾ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ നോക്കിക്കഴിയും. ഈ ആളുടെ വ്യക്തിയുടെ BP എങ്ങനെയുണ്ട്, കൊളസ്ട്രോൾ, അപ്പോൾ ഈ പുള്ളി ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അത് കാര്യം അവരെ ശല്യപ്പെടുത്തുന്നത് അത് എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സിംറ്റംസ് എല്ലാം ചോദിക്കും. അതെല്ലാം കാണുമ്പം ഷുഗർ കുറഞ്ഞു പോകുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് വിചാരിക്കും അല്ലേ ഇതിനാണെങ്കിൽ ഞാനെന്തിനാ വരുന്നത്, പുള്ളിയെ വെറുതെ കാണാൻ വരുന്നത്, ഇത് തന്നെ പുള്ളി പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനല്ല, നമ്മൾ ചില കാര്യങ്ങൾ ആ പർട്ടിക്കുലർ ഡോക്ടർ ആ പേഷ്യന്റിനെ ചില കാര്യങ്ങൾ നോക്കും. അത് ഡെഫിനറ്റ്ലി ആ പേഷ്യന്റ് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഒരു പ്രമേഹ രോഗിക്ക്. ഈ ഡയബറ്റിക്കിലെ കോമൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഞാനൊരു കോമൺ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, പിന്നെ പ്രീ ഡയബറ്റിസ് ഉണ്ട്, പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്, പിന്നെ വേറെ ഡയബറ്റിസ് ഉണ്ട്, 3C ഡയബറ്റിസ് എന്ന് പറയുന്ന ഡയബറ്റിസ്. 3C അത് ഒരു പ്രത്യേക, അത് ഒരു 2-3 പേഷ്യൻസ് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് അടഞ്ഞു പോവുക, കാൽസിഫിക്കേഷൻ വന്നോ, അല്ലെങ്കിൽ മാലിഗ്നൻസി ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ക്യാൻസർ ഒക്കെ വന്നോ, പാങ്ക്രിയാറ്റിക് ഡക്റ്റ് അടയുക. അപ്പം ഇങ്ങനെയുള്ള പേഷ്യന്റിനെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ ഗ്യാസ്ട്രോസ്കോപ്പ് ചെയ്തിട്ട് ERCP എന്ന് പറയും, അതായത് നമ്മുടെ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് വന്ന് ഡ്യൂഡനത്തെ ഇറങ്ങുന്ന ആ ഭാഗത്തൂടെ ഒരു കത്തീറ്റർ ഇട്ടിട്ട് നല്ല ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ERCPക്കാർ ആ കല്ല് വലിച്ചു മാറ്റും. അപ്പോൾ ആ ഡക്റ്റ് പേറ്റന്റ് ആവും, അതിൽ കൂടി ഇൻസുലിൻ വരാൻ തുടങ്ങും. അപ്പോൾ അത് വളരെ ഒരു മുന്തിയ ചികിത്സാ രീതിയാണ്. 1-2 പേഷ്യൻസിനെ ഉണ്ടായിരുന്നു, ഞാൻ അവരെ വലിയ സെൻറ്റേഴ്സിലിട്ട് വിട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് എനിക്ക് വന്നത് തന്നെ. അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ അത് ഒരു നൂതന ചികിത്സാ മാർഗമാണ്. ഈ പണ്ടൊക്കെ അത് സർജറി ആയിരുന്നു. ഇപ്പോൾ സർജറി എന്ന് പറയുമ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ഓൾറെഡി വളരെ ഹൈ ബ്ലഡ് ഷുഗർ, അല്ലെ പിന്നീടായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. അല്ലെ അന്നൊന്നും അത്ര പഴയൊരു 20 വർഷം അല്ലെ 30 വർഷം മുമ്പ് ഇത്രയും ഇമേജിങ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കണ്ടെടുക്കാൻ, ഈ ടൈപ്പ് ഡയബറ്റിക് അത് കണ്ടെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടി വന്ന് കാണും. പക്ഷെ ഇന്നത് കാണുന്നത് കൊണ്ടും ഇങ്ങനത്തെ ടെക്നിക്കുകൾ ചെയ്യാവുന്നതുകൊണ്ടും ഓപ്പറേഷൻ ഇല്ലാത്തൊരു സംഗതി ഉള്ളത് കൊണ്ടും നമുക്കത് വളരെ പേഷ്യനെ നമുക്ക് ആ സെൻറ്റേഴ്സിലോട്ട് വിട്ടാൽ ഗുഡ് റിസൾട്ട്സ്. തീർച്ചയായും ഡോക്ടറിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ശാസ്ത്രലോകം നിന്നതും ഇപ്പം നമ്മൾ ടെക്നോളജിയിൽ എത്രത്തോളം മുന്തിയ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഇറങ്ങുന്ന ചെറുപ്പക്കാർക്കെല്ലാം തന്നെ ഈ ടെക്നോളജി ഒക്കെ നല്ല വെൽ വേഴ്സ്ഡാണ്. ഒരു പക്ഷേ എന്നെക്കാളും കൂടുതൽ അവരത് അതുമായിട്ട് യൂസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതെ. ഇപ്പം പക്ഷേ ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞാൽ ഒരു 20 വർഷം മുമ്പും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ലോട്ട് ഓഫ് ചേഞ്ചസ്, ലോട്ട് ഓഫ് അഡ്വാൻസ്മെന്റ്. അതായത് പണ്ട് ഡയബറ്റിക് കിഡ്നി പ്രൊട്ടക്ഷൻ ഒന്നും കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഒരു മരുന്നുണ്ട് ഡയബറ്റിക്കാർക്ക്, അവരുടെ കിഡ്നിക്ക് 100% പ്രൊട്ടക്ഷൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുപോലെ അവരുടെ ബ്ലഡ് ഷുഗറും കുറയും, അവരുടെ ശരീരഭാരവും കുറയും. അതൊക്കെ പുതിയ അത് നേരത്തെ ഒരു 10-15 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഈസി ആയിട്ട് സുലഭമായിരുന്നു, വളരെ കോസ്റ്റ്ലി ആയിരുന്നു. 100 റുപ്പീസ് 90 റുപ്പീസ് ഒക്കെ വിലയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെയൊക്കെ സർവീസ് കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ട് ഫോറിൻ ഡ്രഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ അത് നിത്യമായിട്ട് അവൈലബിൾ ആണ്. ഒരു 10 രൂപയോ അതിൽ താഴെ വിലയുള്ളേ ഉള്ളൂ ആ ഗുളികൾക്കൊക്കെ. അത് നമുക്കത് അതുകൊണ്ട് സുലഭമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് റിസൾട്ട്സ് അത്. അപ്പോൾ തന്നെ അതിനെല്ലാം നമുക്ക് നേരത്തോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു 30-40 വർഷം മുമ്പുള്ള ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ പണ്ടൊക്കെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തുള്ളി മൂത്രം ഒഴിച്ചിട്ട് അതിനകത്തൊരു റിയേജൻ്റ് ഒഴിച്ച് ആ കളർ കണ്ടിട്ടാണ് ഇൻസുലിൻ കുത്തിവെച്ചുകൊണ്ട്. ഒക്കെ മാറിപ്പോയി. ഇപ്പം നമുക്ക് there is something called കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. നമ്മുടെ ശരീരത്തിൽ ഒരു സാധനം പിടിപ്പിക്കുക,
എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഭക്ഷണം അതൊരു 14 days കണക്ട് ചെയ്യും. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെ നമ്മുടെ ബ്ലഡ് ഷുഗർ റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ 24 hours നമ്മുടെ ബ്ലഡ് ഷുഗർ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പേരാണ് CGMS. ഈ ഒരു ടെക്നോളജി ഇത് യൂസ് ചെയ്യുന്നതിന് നല്ല കോസ്റ്റ്ലി ആണോ? ഇല്ല, ഇറ്റ്സ് അറൌണ്ട് 3,000 to 4,000 rupees. അപ്പോൾ നമ്മൾ എന്നും വേണമെന്നില്ലല്ലോ. നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ, പിന്നെ അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോട്ട് പോകുമ്പോഴേ, അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ഒരു ഡെലിവറി ഒരു ഗൈനക് പേഷ്യൻ്റ് ആണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുള്ളൂ കൂടുതലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ടൈം എന്ന് പറയും. അതായത് നമ്മുടെ ഷുഗർ, അപ്പം നമുക്ക് ഇവരിങ്ങനെ കാണിക്കും. ഇതേ തന്നെ കമ്പ്യൂട്ടർ വളരെ സിമ്പിളാണ്. ഒരു കൊച്ചിന് വരെ കണ്ടാൽ മനസ്സിലാവും. 2 ലൈൻ ഇട്ടേക്കും. അതാണ് നോർമൽ ബ്ലഡ് ഷുഗർ. അതിനകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ നിൽക്കുന്നത്. ഇടയ്ക്ക് കയറി പോകുന്ന കാണാം, ഇടയ്ക്ക് താഴ്ന്നു പോകുന്ന കാണാം. ഈ താഴ്ന്നതും ചീത്തയാണ്, കയറുന്നതും ചീത്തയാണ്. ഈ ഫ്ലക്ച്വേഷൻ ഓഫ് ഷുഗർ ആണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ പറയുന്നത്, സയൻസ് പറയുന്നത്, ഈ ടാർഗറ്റ് ടൈമിൽ തന്നെ ഒരു മനുഷ്യന് 18 to 20 hours അവൻ്റെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാം. അവൻ്റെ ചാൻസ് ഓഫ് കോംപ്ലിക്കേഷൻ ബിക്കം 0 എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? അത് ഭയങ്കര അഡ്വാൻസ്മെന്റ് അല്ലേ ആ ടാർഗറ്റ് ടൈമിൽ. എബോവ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുക, ബിലോ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കുറയുക. പക്ഷെ ടാർഗറ്റ് ടൈമിൽ തന്നെ നിന്റെ ബ്ലഡ് ഷുഗർ റേഞ്ച് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് ഓഫ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഓൾമോസ്റ്റ് 0 എന്ന് പറയുന്നത്. 0 എന്നല്ലെങ്കിൽ 8 പോട്ടെ, നമ്മുടെ തന്നെ 80 to 90. അതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ് ആണ്. ഇതൊക്കെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓൺലി വളരെ എഫ്ലുവൻ്റ് ആയ ആൾക്കാർക്ക് മാത്രം. പക്ഷെ ഇപ്പോൾ ദ കോസ്റ്റ് ഹാസ് കം ഡൗൺ ആൻഡ് ഇറ്റ് ഇസ് ഈസി ഫോർ എവരിബഡി. കേരളത്തിലൊക്കെ എല്ലാവർക്കും എഫോർഡ് ചെയ്യാവുന്ന ലെവലിലേക്ക് വന്നു. ഈവൻ ഡ്രഗ് കോസ്റ്റ് ഓൾസോ, ഈവൻ ഇൻസുലിൻ ഓൾസോ. പണ്ടൊക്കെ പല ടൈപ്പ് ഇൻസുലിൻ, ഇപ്പം 24 hours ഗാർഡ് ചെയ്യുന്ന ബേസൽ ഇൻസുലിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഈസി, പേഷ്യൻസ് ഷുഗർ കൺട്രോൾ ഇസ് ഈസി. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയൊക്കെ നമ്മൾ ഈ പ്രഗ്നൻസി ഒക്കെ ഉള്ളവർക്കും ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് പ്രഗ്നൻസിയിലുള്ള ഈ ഷുഗർ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം? പ്രഗ്നൻസിയിലുള്ള ഷുഗർ ഒരു പ്രത്യേകതരം, അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ പ്രഗ്നൻസിയിലും ഡയബറ്റീസ് ഇൻസിഡൻസ് കൂടി വരുന്നു. ഒരു പക്ഷേ ലാക്ക് ഓഫ് എക്സസൈസ് ആയിരിക്കാം എവിടെയും കാണിക്കുക. ഈ പ്രഗ്നൻസി വരുന്ന ഡയബറ്റീസിന് അവർ പറയുന്നത് 67% ഓഫ് പേഷ്യൻ്റ് പ്രഗ്നൻസി കഴിഞ്ഞും അവർക്ക് ഡയബറ്റിക് ഉണ്ടാവും. ഉടനെ ഉണ്ടാകുകയല്ല, പിന്നീട് കാലത്ത് അവർ ഡയബറ്റിക് ആയിരിക്കും. ഒരു 20% പ്രഗ്നൻസിയോടുകൂടി ഡയബറ്റിക് ഡിസപ്പിയർ ചെയ്യും. ഒരു 20% ഡയബറ്റിക് കണ്ടിന്യൂ ചെയ്യും. അപ്പം തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. 20% ആൾക്കാരിൽ ഡയബറ്റിക് 12 to 18% ഡയബറ്റിക് അതുപോലെ കണ്ടിന്യൂ ചെയ്യും. ഒരു 20% ഡയബറ്റിക് 67% പിന്നീടുണ്ടാവും. ഒരു 20% ഡയബറ്റിക് അതോടെ തീരും, ആ പ്രഗ്നൻസിയോടെ തീരും. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ഡയബറ്റിക്കിൻ്റെ എല്ലാ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും പ്രഗ്നൻസിയിലുണ്ടാവും. അപ്പോൾ പ്രഗ്നൻസിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രഗ്നൻസിയിൽ ഒത്തിരിയധികം മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതാണ് ദി ഓൺലി ഡ്രഗ് വിച്ച് ക്യാൻ ബി യൂസ് സേഫ്ലി ഈസ് ഗ്ലൈക്കോമെറ്റ്. അതായത് നമ്മുടെ ഗ്ലൈസിഫേജ് എന്ന് പറയുന്ന ഗുളിക എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഈസി ആയിട്ടും നമ്മൾ സേഫ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ദോഷവുമില്ല. പലപ്പോഴും പേഷ്യൻ്റ് നമ്മളോട് ചോദിക്കും, പ്രഗ്നൻസി തന്നെയല്ല, നമ്മുടെ ജനറൽ ഡയബറ്റിക്സിന് പേഷ്യൻസ് ഒന്ന് ചോദിക്കും, സാറേ ഈ ഗ്ലൈസിഫേജ് അപ്പടി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണല്ലോ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഗ്ലൈസിഫേജ് ഇസ് ദ സേഫസ്റ്റ് ഡ്രഗ് ഈവൻ ഇൻ പ്രഗ്നൻസി. കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനും വരത്തില്ല. പിന്നെ നമ്മൾ വളരെയധികം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രങ്കൽ എക്സസൈസ് എന്ന് പറയും. അതായത് നമ്മുടെ കൈയും കാലും എല്ലാ ജോയിൻ്റ് അവയവങ്ങളും ഒരു 30, 40, 50 പ്രാവശ്യം ആഫ്റ്റർ ഈച്ച് മീൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയും. അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു സോളിയസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതായത് നമ്മുടെ കാലിൻ്റെ ഹിപ്പ്, ഇത് ഈ മസിലിന്റെ പേരാണ് സോളിയസ് മസിൽ. ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, താക്കുക, ഇത് ലിഫ്റ്റ് ചെയ്യുക. അതിന് 200-300 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് 2-3 പ്രാവശ്യം. ചില ലേഡീസൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്തത് ചെയ്യും. അവരിൽ നമുക്ക് ഡെഫിനറ്റ് അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. അവരുടെ ഷുഗർ വാല്യൂ അടുത്ത പ്രാവശ്യം വരുമ്പം കാണുമ്പോൾ നമുക്കറിയാം അത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഓർമ്മിരിക്കേണ്ടത്, സാധാരണ ഒരു നോർമൽ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ 110 നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് കാണും. അതെ. പക്ഷെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ 90 താഴെ വെക്കും. നോട്ട് അബോവ് 90 ഫാസ്റ്റിംഗ്. അതുപോലെ സാധാരണ ഒരു വ്യക്തിയുടെ പോസ്റ്റ് പ്രാൻഡിയൽ ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷുഗർ നമ്മൾ 140 to 160 ആണ് നോർമലായിട്ട്. അതെ. പക്ഷെ പ്രഗ്നൻസി നമ്മൾ ഒരിക്കലും 130ക്ക് മുകളിൽ വിടത്തില്ല.
ഇപ്പം നമ്മൾ മെയിനായിട്ട് പ്രഗ്നൻസി, ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു CMR എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. CMR 4-5 വർഷം, 6-7 വർഷമായിട്ട് പോകുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഒൺലി എക്സസൈസ് ആൻഡ് എക്സസൈസ് കൊണ്ട് തന്നെ വി ആർ ഏബിൾ ടു കൺട്രോൾ. മെഡിസിൻ അധികം എടുക്കുന്നില്ല ഞങ്ങൾ. ദെർ വാസ് എ സ്റ്റഡി ഓൾസോ. എക്സസൈസ് കൊണ്ട് തന്നെ ഞങ്ങൾ അറൗണ്ട് 70 to 80% പേഷ്യൻസ് വി ആർ ഗെറ്റിംഗ് ഗുഡ് കൺട്രോൾ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, ഇവരുടെ ഡോപ്പമിൻ കൂടും, ഡോപ്പമിൻ ഡ്രൈവ്. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ഒരു മനസ്സിനൊരു വിഷമവും ഒരു ഡിപ്രഷനും നാച്ചുറലായിട്ടുണ്ട്. അവർക്കൊരു എല്ലാത്തിനും ഒരു ദേഷ്യം പോലെ അതുണ്ടോ. അപ്പം ആ സമയത്ത് ഈ ഡോപ്പമിൻ ഡ്രൈവ് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. മനസ്സിലായില്ലേ? അത് എക്സസൈസിലൂടെ കിട്ടുന്ന, എക്സസൈസിലൂടെ കിട്ടുന്ന അത് എക്സസാ, അത് ബൈ പ്രോഡക്റ്റാ. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത്, സയൻസ് പറയുന്നത്, ഈ ഡോപ്പമിൻ ഡ്രൈവ് വരുമ്പോൾ കൊച്ചിന് വരെയും ഈ സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞു. കൊച്ചു തുള്ളിച്ചാടുമെന്നാണ് പറയുന്നത്. ശരി. ഇപ്പം പണ്ട് വല്യമ്മമാരൊക്കെ പറയില്ലേ, ഗർഭിണി കാണത്ത് പാട്ട് കേൾക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, പ്രഗ്നൻസി സമയത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ ഡ്രൈവ് ഉണ്ടാകുകയും ഈ കുഞ്ഞിന് ഭയങ്കര സന്തോഷം ഉണ്ടായും, ഈ അമ്മയ്ക്ക് അതിലും വലിയ സന്തോഷം ഉണ്ടായും, അമ്മയ്ക്ക് എല്ലാവരും വലിയ സ്നേഹമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പേഷ്യൻസിനോടും ഇൻസിസ്റ്റ് ചെയ്യും, ഡയബറ്റിക് പേഷ്യൻസിനോട് എക്സസൈസ് മസ്റ്റ്. അതായത് ഒരുമാപ്പെട്ടെല്ലാം ചെയ്യും. പിന്നെ പൊതുവേ പെണ്ണുങ്ങൾ മടിച്ചുകളാണ്. അപ്പം ചിലർ ക്ഷീണമായിരുന്നു സാറേ എന്നൊക്കെ പറയും. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെ ഈ കുഞ്ഞിന് നല്ലതാണെന്നും അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവർ പിന്നെ കുറച്ച് പെയിൻ എടുത്ത് ചെയ്യാറുണ്ട്. ആൻഡ് വി ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്. അത് കഴിഞ്ഞിട്ടും കൺട്രോൾ അല്ലെങ്കിൽ ദർ ആർ സെലക്റ്റഡ് ഇൻസുലിൻസ് വിച്ച് ക്യാൻ ബി ട്രൈഡ്. എല്ലാ ഇൻസുലിനും പറ്റത്തില്ല. സേഫ് ആണെന്ന് കണ്ടിട്ടുള്ള ഇൻസുലിൻ ഉണ്ട്. അത് മാത്രം ചെറിയ ഡോസിൽ അളവിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. ആൻഡ് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, വി മേക്ക് ഷുവർ ദ ബ്ലഡ് ഷുഗർ 100-ന് മുകളിൽ പോകത്തില്ലെന്നും ആഹാരം കഴിഞ്ഞാൽ 120-ന് മുകളിൽ വിടത്തുമില്ല. ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ കമ്പൽ ചെയ്യും.